വേവ് 3 ഇന്ത്യയിൽ എളുപ്പത്തിൽ കിട്ടുമെന്ന് അറിയാവോ? അറിയില്ലല്ലോ. എങ്ങനെയാണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് കൊനഷ്ട പിടിച്ചൊരു വഴിയാണ്. പക്ഷേ VO3 ഉപയോഗിക്കണമെങ്കിൽ തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി വേറെ എന്തെങ്കിലും വഴികളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും VO3 എന്താണെന്ന്. എന്നാലും ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ VO3 ഗൂഗിളിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള AI ബേസ്ഡ് വീഡിയോ ജനറേഷൻ മോഡൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ജനറേഷൻ മോഡലാണ് VO3. VO2 ഉണ്ട്. അങ്ങനെ പല പല വീഡിയോ ജനറേഷൻ മോഡൽസ് ഉണ്ട്. അതിൽ ഏറ്റവും റിഫൈൻഡ്, ഏറ്റവും ബെസ്റ്റ് വെർഷൻ മോഡലാണ് VO3. VO3 ആക്സസ് ചെയ്യാനായിട്ട് 2 വഴികളാണ് എനിക്കറിയാവുന്നത്. ഒന്ന് നമ്മുടെ ഗൂഗിളിൻ്റെ ജെമിനായി എന്ന് പറയുന്നത് ChatGPT ഒക്കെ പോലെ തന്നെ ഒരു ചാറ്റ് ബേസ്ഡ് AI ഏജന്റ് ആണ്. അടുത്തത് ഫ്ലോ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു AI പവേർഡ് വീഡിയോ ജനറേഷൻ ടൂളാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജെമിനായി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് VO3 യൂസ് ചെയ്യാം എന്നാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് കൊനസ്റ്റ് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് Gmail അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല അത് ഗൂഗിൾ Gmail അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് സെറ്റിംഗ്സും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ഫ്രഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻകോഗ്നിറ്റോ മോഡ് വേണമെന്നൊരു നിർബന്ധമില്ല. സാധാ ഗൂഗിൾ ക്രോം ബ്രൗസറിലും ഇത് ചെയ്യാവുന്നതാണ്. സോ Gmail അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള മെയിൽ ID കൊടുത്തു. ബേസിക് ഇൻഫർമേഷൻ ആയ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെയിൽ ID സെലക്ഷൻ, പാസ്വേഡ് ക്രിയേഷൻ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അക്കൗണ്ട്സിൻ്റെ ഹോം പേജ് വരുമ്പോൾ തന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ VPN ഓൺ ആക്കുക എന്നുള്ളതാണ്. VPN എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് US-ൻ്റെ സെർവർ അല്ലെങ്കിൽ IP പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും VPN ആപ്പ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടർബോ VPN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ VPN ആപ്ലിക്കേഷനാണ്. VPN ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഓൺ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അടുത്തതായി നമുക്ക് നേരെ പോകേണ്ടത് പേഴ്സണൽ ഇൻഫോയിലാണ്. പേഴ്സണൽ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ അഡ്രസ്സസിലേക്കാണ്. അഡ്രസ്സസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഹോം എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. ഹോം അഡ്രസ് പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് US-ലുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചൂസ് ഓൺ മാപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാപ്പിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അത് US-ൽ തന്നെ ആയിരിക്കണം നോക്കി നമ്മൾ മാപ്പിൽ പിൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ നമ്മുടെ Gmail അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് US-ലുള്ള ലൊക്കേഷനിൽ നിന്നാണെന്ന് Gmail മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലൊക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ച് പേഴ്സണൽ ഇൻഫോയിൽ വരണം. തിരിച്ച് പേഴ്സണൽ ഇൻഫോയിൽ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ ആപ്സിലേക്കാണ് പോകേണ്ടത്. ഗൂഗിൾ ആപ്സിൽ നമുക്ക് ഗൂഗിൾ വൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് വേറൊരു ടാബിൽ വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. ആ ടാബിൽ നമുക്ക് ഗൂഗിൾ വണ്ണിൻ്റെ കറണ്ട് സ്റ്റോറേജ് ഓപ്ഷൻസ് കാണിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ തന്നെ കാണിക്കും. വൺസ് അപ്ഗ്രേഡ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കാണുന്നത് ഗൂഗിളിൻ്റെ പല പാക്കേജുകളാണ്. അതായത് ബേസിക്, പ്രീമിയം, അതുപോലെ ഗൂഗിൾ AI Pro എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജസ് ആണ് കാണിക്കുക. ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഫ്ലോ, വിസ്ക് വിത്ത് VO2 1000 ക്രെഡിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഗൂഗിൾ AI Pro തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളത്. അത് $0 ആണ് കാണിക്കുന്നത് എന്നുള്ളതും കൂടെ ഷുവർ ചെയ്യുക. ബിക്കോസ് VPN ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോളറിന് പകരം ഇന്ത്യൻ റുപ്പി ആയിരിക്കും കാണിക്കുക. അതല്ല ഏത് കൺട്രിയിൽ നിന്നാണോ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് ആ കൺട്രിയിലെ കറൻസി ആയിരിക്കും കാണിക്കുക. സോ മേക്ക് ഷുവർ ദാറ്റ് ഡോളർ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. ആൻഡ് 1 month പ്രീമിയം ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. 1 month പ്രീമിയം ഫോർ ഫ്രീ ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. ചിലപ്പോൾ ഗൂഗിൾ നാളെ അത് ഓഫർ റിമൂവ് ചെയ്തേക്കാം. അന്നേരം ഈ പ്രോസസ്സ് ട്രൈ ഔട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാർട്ട് ട്രയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം $0 പെർ മന്ത് ഫോർ 1 month ആണെന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് കണ്ടിന്യൂ. അപ്പോൾ അടുത്തതായി നമുക്കൊരു പോപ്പപ്പ് വരും. അതിൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് അത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈ പ്രോസസ്സിൽ നമുക്ക് കാർഡ് പേയ്മെൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർഡിൻ്റെ ലിമിറ്റ് യൂസേജ് പെർമിഷൻസിൽ ഇൻ്റർനാഷണൽ യൂസേജ് അലൗഡ് ആയിട്ട് ഉണ്ടാവണം. ഡൊമസ്റ്റിക് യൂസേജ് മാത്രമേ ഉള്ളെങ്കിൽ ഈ പ്രോസസ്സ് ഡിക്ലൈൻ ആവാനുള്ള ചാൻസസ് ആർ ഹൈ. കാർഡ് നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി മന്തും ഇയറും ഡീറ്റെയിൽസ് കൊടുക്കണം. CVC കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സിൻ്റെ അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് കാണിക്കും. അതങ്ങനെ കാണിക്കാനുള്ള കാരണം നമ്മൾ ഓൾറെഡി VPN ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തിട്ട് US ആണെന്നുള്ള രീതിയിൽ അവിടെ കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഓപ്ഷനാണ് സിപ്പ് കോഡ്, അതായത് പിൻ കോഡ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് US-ലുള്ള ഏതെങ്കിലും ഒരു പിൻ കോഡ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ പിൻ കോഡോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പിൻ കോഡ് ദാറ്റ് ഈസ് ഇൻ US സെർച്ച് ചെയ്തിട്ട് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
ഫൈനലി സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. സ്റ്റാർട്ടിംഗ് ഡേറ്റ്, പേയ്മെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുക. അതൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് 1 മന്ത് ഫ്രീ ട്രയൽ ആണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽസ് കാണിക്കും. അത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നേരെ ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ജെമിനൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മൾ സാക്ഷാൽ ജെമിനയിൽ എത്തിയിരിക്കുകയാണ്. ജെമിനയിൽ നമുക്ക് കാണാം വെൽക്കം നോട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആസ്ക് ജെമിനി ഓപ്ഷൻ കാണാം. നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് വീഡിയോസ് വിത്ത് VO3 എന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ട ഓപ്ഷൻ. ഇൻ കേസ് നിങ്ങൾ ഹോവർ ചെയ്യുന്ന സമയത്ത് VO3 എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ തന്നെ ജെമിനൈ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതുവരെ കാണിച്ച പ്രോസസ്സ് ഫ്രം ദ ബിഗിനിങ് ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് വീണ്ടും ചെയ്യാന്നുള്ളതാണ് ഇതിനുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ നമ്മുടെ VO സെറ്റായി. ഇനി ചെയ്യേണ്ടത് നമുക്ക് വീഡിയോ ജനറേഷനാണ്. അതിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ChatGPT അല്ലെങ്കിൽ വേറെ DeepSeekോ അങ്ങനെ ഏതെങ്കിലും ഒരു AI ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രോംപ്റ്റ് കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ വേറെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട സിറ്റുവേഷൻ, സീൻ അല്ലെങ്കിൽ ഷോർട്ടിൻ്റെ 8 സെക്കൻഡ് വീഡിയോ ആയിരിക്കും ഓരോ പ്രോംപ്റ്റിലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് VOയിൽ നിന്ന് ജെമിനൈ യൂസ് ചെയ്തിട്ട്. അപ്പോൾ 8 സെക്കൻഡ് ഉള്ളിൽ നിൽക്കുന്ന ഷോർട്സിൻ്റെ സീൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ChatGPT പോലത്തുള്ള AI ഏജൻസി യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുക. അത് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. VO3 ഇന്ത്യയിൽ എളുപ്പത്തിൽ കിട്ടുമെന്ന് അറിയാവോ? അറിയില്ലല്ലോ. എങ്ങനെയാ? അപ്പോൾ അതാ ഗൈസ്, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പ്രോംപ്റ്റ് എത്രമാത്രം ക്ലിയർ ആണോ അതനുസരിച്ചുള്ള വീഡിയോയും അതുപോലെ തന്നെ റിഫൈൻഡ് ആയിരിക്കും. മലയാളം ഡയലോഗ്സ് ആണെങ്കിലും ശരി, നമുക്ക് ആ പ്രോംപ്റ്റിനകത്ത് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ ഡയലോഗ് കൊടുക്കുകയാണെങ്കിൽ ആ ഡയലോഗ്സ് അതുപോലെ മലയാളത്തിൽ പറയുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് ജെമിനൈയിൽ നിന്ന് VO3 യൂസ് ചെയ്തിട്ട് AI ജനറേറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലും അടിപൊളിയാണ് ഫ്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് AI ജനറേറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്ലോയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലോ അടിപൊളിയാണ്. ഫ്ലോയുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫ്ലോയിലും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ആപ്പ് അല്ലെങ്കിൽ ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ബാക്കി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 മന്ത് കഴിഞ്ഞിട്ട് പൈസ ഡിഡക്റ്റ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്സിൽ വന്നിട്ട് പേയ്മെൻറ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് അവിടെ സബ്സ്ക്രിപ്ഷനിൽ പോയി മാനേജ് സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഗൂഗിൾ വൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. കാരണം 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ ഓട്ടോ പേയ്മെൻറ്റ് സംഭവിക്കുന്നതാണ്. അത് ഇപ്പോഴേ ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മന്ത് യൂസ് ചെയ്യാനും പറ്റും. എന്നാൽ സബ്സ്ക്രിപ്ഷൻ ഒരു 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോയാൽ പോലും അത് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആവത്തുമില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസായിട്ട് ചോദിക്കാം.